ഭാരതത്തിന്റെ തിരിച്ചടിയിൽ ഭയന്ന് പാകിസ്ഥാൻ. സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജയുടെ പ്രതികരണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, യഥാർത്ഥത്തിൽ ഭയന്നു പോയിരിക്കുകയാണ് പാകിസ്ഥാൻ. നേരത്തെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വലിയ വെല്ലുവിളിയാണ് ഭാരതത്തോട് നടത്തിയിരുന്നത്. ഇവിടെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിച്ചാൽ ഭാരതത്തെ നിലംപരിശാക്കുമെന്ന രീതിയിലൊക്കെ പ്രസ്താവന നടത്തിയ ഖ്വാജ ആസിഫിന് ഇപ്പോൾ ഒരു കീഴടങ്ങലിന്റെ സ്വരം വന്നിരിക്കുന്നു. എന്താണ് ഖ്വാജ ആസിഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും നീലിമ, ഖ്വാജ ആസിഫിന്റെ വാക്കുകളിൽ ഒരു ദൗർബല്യം അല്ലെങ്കിൽ ഒരു ദുർബലത കാണാൻ സാധിക്കുന്നുവെന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ശക്തമായ ആക്രമണം നടന്നതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഒന്നോ രണ്ടോ മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുന്നതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നത് ഭാരതം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അല്ലെങ്കിൽ ആക്രമണങ്ങൾക്കില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഭാരതം പിൻവാങ്ങുകയാണെങ്കിൽ തങ്ങളും പിൻവാങ്ങാമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഖ്വാജ ആസിഫ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ നിലപാടിലെ ആ നിലപാട് വളരെ കൃത്യമായി ഇദ്ദേഹം പറയുന്നതിന്റെ തൊട്ട് മുൻപ്, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സിന്ധു നദിയിലെ വെള്ളം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, വെള്ളം ഏതെങ്കിലും രീതിയിൽ തടയുകയും അതിനുവേണ്ടി ഡാമുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ നിർമ്മിക്കുകയാണെങ്കിൽ അവയെല്ലാം ബോംബ് ചെയ്യും എന്ന് വളരെ കൃത്യമായ ബോംബ് ആക്രമണം അവിടങ്ങളിലെല്ലാം നടത്തുമെന്ന കൃത്യമായൊരു നിലപാടായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ ആത്മവിശ്വാസം ഒട്ടുമില്ലാതെ ദുർബലനായ ഒരു ഭരണാധികാരിയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമേറിയതും അതുപോലെ തന്നെ കൗതുകകരവും ഒരു വിഷയമായി മാറിയിരിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിന്റെ അതിശക്തമായ ആക്രമണം 9 ഇടങ്ങളിൽ അതിശക്തമായി ആക്രമണം നടത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഭീകര കേന്ദ്രങ്ങളെ നിലംപരിശാക്കി മണ്ണോട് മണ്ണായി മാറ്റുമെന്ന് കൃത്യമായി പറഞ്ഞത് നടപ്പാക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു നിലപാടിൽ മാറ്റമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങളും അതുപോലെ നിരവധിയായ സങ്കീർണ വിഷയങ്ങളും കൂടി നിലനിൽക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ പോലും ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാനിൽ തന്നെ ഭരണകൂടം ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നിലപാടുണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. തീർച്ചയായും ഭാരതത്തിന്റെ ആക്രമണം അതിശക്തമായിരുന്നു എന്നതിനെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാലിഡേഷൻ കൂടിയായി ഇതിനെ കണക്കാക്കാവുന്നതാണ്.